എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മീനച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അച്ചാർ തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, പക്ഷേ ഒരുപാട് കാലത്തേക്ക് കേടാവാത്തതും വളരെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാത്തതുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അച്ചാർ ബിസിനസ്സൊക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ആരും കൊതിച്ചു പോകുന്ന അത്രയും രുചിയിൽ നല്ലൊരു മീൻ അച്ചാർ തയ്യാറാക്കാനും വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കാണാനായിട്ട്. ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പകർത്തിയാൽ നല്ലൊരു അച്ചാർ സംരംഭക ആകാനായിട്ടുള്ള നല്ലൊരു മാർഗവും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ചാർ കേടാവാതിരിക്കാനായിട്ട് എന്തുട്ടാണ് ചേർക്കുന്നത് ചേച്ചിയെന്ന്. സത്യം പറയാൻ കൂട്ടുകാരെ, ഞാൻ ഇതുവരെയും അതുപോലൊരു കെമിക്കൽ ചേർത്തിട്ട് ഒരു അച്ചാറും തയ്യാറാക്കിയിട്ടില്ല. ഏതൊരു അച്ചാറും നമ്മൾ തയ്യാറാക്കാൻ എടുക്കുന്ന ആ ഒരു വൃത്തിയും ശുദ്ധിയൊക്കെ തന്നെയാണ് നമ്മുടെ അച്ചാറിന്റെ കാലപ്പഴക്കവും നിർണ്ണയിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും മറക്കരുത്. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് അടിപൊളി 2 കിലോ അളവിലുള്ള മീനച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് മീനച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് മീന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മീൻ കഴുകി എടുക്കാനായിട്ട് അല്പം വലുതായിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ടും. അപ്പോഴാണ് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും സാധിക്കുന്നതും. അച്ചാർ തയ്യാറാക്കാനുള്ള മീനൊക്കെ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം നോക്കി വാങ്ങാനായിട്ടും. അതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടും. ഇനി പാത്രത്തിലേക്ക് മാറ്റിയ മീനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയും കൂടി എടുക്കാം. മീൻ കഷ്ണങ്ങൾ കഴുകിയെടുക്കുമ്പോൾ ഇതിലെ ചോര വെള്ളം ആദ്യമേ ഒന്ന് കഴുകി മാറ്റണം. അതിനുശേഷമാണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കേണ്ടത്. നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയും കൂടി മാറ്റാം. നമ്മൾ ഇന്ന് 2 കിലോ മീനച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേര എന്ന് പറയുന്ന ഒരു മീനാണ്. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മീൻ ഒരു മാരിനേഷൻ കൂടി ചെയ്തെടുക്കണം. ഇതിനായിട്ട് 2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. പൊടികൾ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കണം. പൊടികൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടും. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന മീൻ ചേർത്താണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മീൻ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം ചേർക്കാനായിട്ടും. അതുപോലെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയുടെയൊന്നും അളവ് ഒരു തരി പോലും കൂടി പോകാതെയും വേണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് നമ്മുടെ അച്ചാറിന് കയ്പ്പ് വരാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മീനെ കുഴച്ചെടുക്കാനായിട്ടും. കുറേശ്ശെ മീനിട്ട് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ മീനും കൂടി ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കുവാണ്. വറുത്തെടുക്കുന്ന സമയത്ത് അധികം മസാലകളൊന്നും തന്നെ വേണ്ട. കാരണം ഇനിയും ഇതിലേക്ക് ഒരുപാട് തന്നെ പൊടികൾ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മീനിലേക്ക് മസാല എല്ലാം നല്ലവണ്ണം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ, ഒരു തരി പോലും വെള്ളമയം ഇല്ലാതെയാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ മീനിലേക്ക് ചേർക്കുന്നത് കഷ്ണങ്ങൾ ഒരു തരി പോലും പൊടിയാതെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കോൺഫ്ലോറും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അരമണിക്കൂർ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്തും നിങ്ങൾക്ക് കാണാലോ, നമ്മുടെ മീനിൽ ഒരു തരി പോലും വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കുവാണ്. അതിനുശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇവിടെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. മീൻ മസാല എല്ലാം പിടിച്ച് നല്ല പാകത്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
പൊരിക്കാവുന്നതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നല്ലെണ്ണയിലും പൊരിച്ചെടുക്കാവുന്നതാണ്. എണ്ണ ഇപ്പോൾ നല്ലവണ്ണം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മീനാണ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മീൻ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ നിരത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ ഇപ്പോൾ എണ്ണയിലേക്ക് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മുരിഞ്ഞു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീൻ കഷ്ണങ്ങൾ അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിനായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തുകൂടെ കൊടുക്കാം. അതിനുശേഷം ഒരു വശം പാകമായി വന്ന മീനെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ ഒന്നിലൊന്നും മുട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗവും നല്ലതുപോലെ എണ്ണയിലേക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മുരിഞ്ഞു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും മീനെ കോരി മാറ്റാം. ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്ത മീനെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും അതേപോലെ തന്നെ മീൻ നിരത്തി കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ ഒരു തരി പോലും മസാലകളൊന്നും കരിഞ്ഞു പോയിട്ടില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മുരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത മീനും എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് 200 ഗ്രാം അളവില് വെളുത്തുള്ളിയും 25 ഗ്രാം അളവില് ഇഞ്ചിയും ഒരു 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. 2.5 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും, സ്പൂൺ അളവില് കുരുമുളക് പൊടിയും, 2.5 സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും, 1/2 സ്പൂൺ അളവില് പെരിഞ്ജീരക പൊടിയും, സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ും നമുക്കെടുത്തൊന്ന് മാറ്റി വെക്കണം. സ്പൂൺ അളവെന്ന് പറഞ്ഞാൽ ഒരു 10 മില്ലിഗ്രാം ആണ്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 മില്ലിഗ്രാം ആണ്. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 മില്ലിഗ്രാം ആണ്. 1/2 സ്പൂൺ എന്ന് പറയുമ്പോൾ 1 സ്പൂണിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ എല്ലാ മീനും ഇവിടെ പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. 2 കിലോ മീനും പൊരിച്ചെടുത്തപ്പോൾ ഒരു തരി പോലും എണ്ണ കരിയാതെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഉടൻ തന്നെ അച്ചാർ തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഉരുളി നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ പൊരിച്ചെടുത്ത അതേ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ പൊരിച്ചെടുത്ത എല്ലാ എണ്ണയും ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ചൂടായി വരുവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിപ്പോൾ നല്ലവണ്ണം തന്നെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും ഒന്ന് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞു പാകമായിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വഴറ്റുന്ന മസാലയിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം അളവിൽ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ കൂടെ ചേർത്ത് വീണ്ടും നല്ലവണ്ണം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിത് വിദേശത്തേക്ക് കൊടുത്തുവിടാനും വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അധികം ഓയിൽ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമായ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തും ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. മസാല എല്ലാം തന്നെയും നല്ല പോലെ മുരിഞ്ഞു പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പൊടികളും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയാണ് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ എണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇത്രയും തന്നെയാണ് എണ്ണ ചേർക്കുന്നത്. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളൊക്കെ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത മീനാണ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മസാലപ്പൊടികളും മീനും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മുരിഞ്ഞ മസാലകളെല്ലാം തന്നെയും നമ്മുടെ മീനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. 2 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 150 മില്ലി അളവില് വിനാഗിരിയാണ്. വിനാഗിരി മീൻ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ കൈതട്ടി ക്യാമറ ഒന്ന് ഓഫായി പോയിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി വിനാഗിരിയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. കടുകും കായവും ഉലുവയും കൂടി ചേർത്ത് വറുത്തു പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. 2 കിലോ മീന് 3 സ്പൂൺ അളവാണ് പൊടികൾ ചേർത്തിട്ടുള്ളത്. പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മുടെ അച്ചാർ ഒന്ന് തണുത്ത് വരണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 50 ഗ്രാം അളവില് നല്ലെണ്ണയും 50 ഗ്രാം അളവില് വിനാഗിരിയും സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് ആറിച്ചെടുത്തിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിലാണ് ഞാനിതൊന്ന് തിളപ്പിച്ച് ആറിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ മീൻ അച്ചാറിന്റെ മസാല ഒന്ന് തണുത്ത് നന്നായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല പോലെ ചൂടാറി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നമ്മുടെ അച്ചാറിന് കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് വിദേശത്തേക്ക് കൊടുത്തുവിടാനും വേണ്ടിയിട്ടുള്ളതാണെന്ന്. കൂടുതൽ അളവിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന ബോട്ടിലിന്റെ അകത്തു നിന്നും വെള്ളമെല്ലാം പുറത്തേക്ക് പോകാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. വളരെ രുചികരമായിട്ടുള്ള കേര മീൻ അച്ചാർ ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അച്ചാർ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. വളരെ രുചികരമായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പാചകവും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അച്ചാർ ബിസിനസ്സൊക്കെ തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. ചാനൽ ഫോളോ ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയോടെ എത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.